ഹലോ മുത്തുമണികളെ. ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ ഈ യൂട്യൂബില് വീഡിയോ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ഞാൻ വീഡിയോകൾ ചെയ്തു തുടങ്ങുന്നത് എന്നുള്ളത്. അതെന്തോന്നാണെന്ന് വെച്ചാൽ, ഒരിക്കലും എന്റെ ചാനൽ വഴി ഞാൻ ഒരു മതത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിനെ കുറിച്ചോ മതത്തെക്കുറിച്ചോ രാഷ്ട്രീയത്തെക്കുറിച്ചോ ഞാൻ യാതൊന്നും തന്നെ സംസാരിക്കില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. പക്ഷെ ഇന്ന് എന്റെ ആ ദൃഢനിശ്ചയത്തിന് വിപരീതമായി എന്റെ അറിവിന്റെ പരിമിതിക്കുള്ളിൽ നിന്ന് എന്റെ കുറേയേറെ സംശയങ്ങളും കുറേയേറെ എന്തല്ലോടെ എനിക്കിന്ന് മതത്തെ കുറിച്ചാണ് സംസാരിക്കേണ്ടതായിട്ട് ഉള്ളത്. അത് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ ജീവിക്കുന്നതെന്ന് പറയുന്നത് മതേതര രാഷ്ട്രത്തിലാണ് എന്നുള്ളതാണ്. നമ്മുടെ രാഷ്ട്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മൂന്ന് മതങ്ങളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ എങ്കിലും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മറ്റ് മതവിശ്വാസികൾക്ക് പോലും വേണ്ടുന്ന അഭയവും വേണ്ടുന്ന സൽക്കാരവും ചെയ്യുന്ന തരം നാടാണ് നമ്മുടെ നാട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ താമസിക്കുന്നത് ഭീമാവള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ഭീമാവള്ളിയിൽ ഞാൻ താമസിക്കുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. ഇതുപോലെ തന്നെ ഞങ്ങൾ താമസിക്കുന്നതിന്റെ വലതുവശത്തേക്ക് കുറച്ച് ഒരു 10 സ്റ്റെപ്പ് എടുത്തു വെച്ച് കഴിഞ്ഞ് അവിടെ ഹിന്ദുക്കൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ഇടതുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 10 സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെയും തന്നെ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് മനുഷ്യർ ജീവിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ മതപരമായ വിഷയങ്ങൾ ഉണ്ടായി വലിയ കൊലപാതകങ്ങളും വലിയ അക്രമങ്ങളും നടന്നിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. പക്ഷെ ആ സമയത്ത് പോലും അന്യ മതസ്ഥര് തന്നെ, ഏത് മതസ്ഥരാണോ ആക്രമിക്കപ്പെടുന്നത് അവരെ എതിർ മതത്തിലുള്ള ആളുകൾ തന്നെ അഭയം കൊടുത്ത് അത്രയേറെ മനുഷ്യത്വത്തിനെ കുറിച്ച് വാതോരാതെ പറയാൻ കഴിയുന്ന ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിൽ പിന്നീട് വന്ന ഒരുപാട് നിയമങ്ങൾ ഈ മതത്തെ കുറിച്ച് കൂടുതൽ സംസാരിക്കുക അല്ലെങ്കിൽ മതവർഗീയത ഉണ്ടാക്കാതിരിക്കുക, അത് സമാധാനത്തിന് വളരെ നിർബന്ധമാണ് എന്ന് ഫണ്ടമെന്റൽ റൈറ്റ് പ്രകാരം പോലും മതത്തെ കുറിച്ച് പറയുക, വർഗീയവാദം ഉന്നയിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ശിക്ഷാർഹമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഞങ്ങൾ ജീവിക്കുന്ന ഈ ഒരു പ്രദേശത്ത് 3 മതങ്ങളിൽ 3 ഉത്സവങ്ങളുണ്ട്. ഭീമാപള്ളി പെരുന്നാളും ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാലയും വെട്ടുകാട് പള്ളിയിലെ തിരുനാളും, ഈ 3 ഉത്സവങ്ങൾക്കും 3 മതപരമായ ആഘോഷങ്ങൾക്കും മറ്റ് അന്യ മതസ്ഥരുടെ പങ്കാളിത്തം അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇവിടെ ഇപ്പൊ ഭീമാപള്ളി പെരുന്നാൾ ആയിരുന്നാലും അവിടെയും നമ്മുടെ ഈ നോമ്പിന്റെ സമയത്ത് പോലും എന്റെ ഭീമാപള്ളിയിൽ വെക്കുന്ന നോമ്പ് കഞ്ഞി വാങ്ങാൻ വേണ്ടിയിട്ട് വരുന്നതിൽ ഒരു 60% അമുസ്ലിങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ വരുമ്പോൾ ഞങ്ങളുടെ പള്ളിയിലുള്ള ആളുകൾ തന്നെ അവർക്ക് വേണ്ടുന്ന ആ കഞ്ഞി വാങ്ങിച്ചു കൊണ്ടുവന്ന് അവരുടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്ന ഒരു കാര്യമാണ്. ഇത് മാത്രമല്ല, ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല എന്ന് പറയുന്നത് ആറ്റുകാൽ ക്ഷേത്രം മുതൽ തമ്പാനൂര് വരെയുള്ള അല്ലെങ്കിൽ കഴക്കൂട്ടം വരെയുള്ള സ്ഥലങ്ങളിലേക്ക് ഈ പൊങ്കാല നീണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ സ്ഥലങ്ങളിലൊക്കെയും തന്നെ താമസിക്കുന്നതില് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. ഞാൻ താമസിക്കുന്ന ഈ ഭാഗത്ത് തന്നെ മണക്കാട്, അമ്പലത്തറ, ആ ഭാഗങ്ങളിലെല്ലാം തന്നെ കല്ലാട്ടുമുക്ക്, അവിടെയൊക്കെ തന്നെ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ ഹിന്ദുക്കൾ പൊങ്കാലയ്ക്കായിട്ട് വരുന്ന ആളുകള് മുസ്ലിങ്ങളുടെ വീട്ടിൽ കിടന്നുറങ്ങുകയും
മുസ്ലിങ്ങളുടെ വീടുകളിൽ വെച്ച് അവരുടെ കാമ്പൗണ്ടിൽ വെച്ച് പൊങ്കാല ഇടുകയും ചെയ്യുന്ന അതിവിശിഷ്ടമായ കാര്യം ഞങ്ങൾ കാണാറുണ്ട് എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ വെട്ടുകാട് പള്ളിയിലായിരുന്നാലും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ആ ഒരു ആഘോഷത്തില് പങ്കെടുക്കാറുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതെല്ലാം മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ്. ഇവിടെ ഒരുപാട് പേര് മതപരമായ കാര്യങ്ങളെ കുറിച്ച് മതപണ്ഡിതന്മാരടക്കം കാര്യങ്ങൾ സംസാരിക്കുന്നതും അതിനെക്കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് എട്ടും പൊട്ടും തിരിയാത്ത നമ്മളൊന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടുന്ന കാര്യമില്ല. ഇതിൽ നിന്നൊക്കെയും നമുക്ക് മനസ്സിലാകുന്ന ഇതിൽ പിന്നെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ വിശ്വസിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, സ്വന്തം വിശ്വാസത്തിനെ മുറുകെ പിടിക്കുകയും മറ്റ് മതവിശ്വാസങ്ങളെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം, നമ്മുടെ ആശ സനിൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ചേച്ചി. ആ ചേച്ചി ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അവരേത് മതവിശ്വാസിയാണോ എന്നൊന്നും നമ്മൾ നോക്കിയിട്ടല്ല ഞാൻ ആ ചേച്ചീനെ സ്നേഹിക്കുന്നത്. സുഹൃത്തായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ചേച്ചിയാണ്. നമുക്ക് വിശ്വസിച്ച് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. എനിക്ക് എൻ്റെ കൂടപ്പുറപ്പിനെ പോലെ തന്നെ ഞാൻ ഭയങ്കരമായി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ആശ സനിൽ എന്ന് പറയുന്ന ആ ചേച്ചി. ആ ചേച്ചിയുടെ പേര് ആശ എന്നാണ്. ഇപ്പോ പുതിയതായിട്ട് ഒരു അലിഗേഷൻ ഒരു മതപണ്ഡിതയുടെ വായിൽ നിന്ന് ഞാൻ കേട്ടായിരുന്നു. അവരെന്തോ മുസ്ലിം മതം ആണ് എന്നും അവർ മുസ്ലിം മതത്തിൽ നിന്ന് ചാടിപ്പോയതാണ് എന്നും. ഇത് പറയുന്ന വ്യക്തി ആരാണ്? മതപണ്ഡിതയെ, അതായത് മതത്തിനെ അരച്ചു കലക്കി കുടിച്ച ഒരു ആലിമായിട്ടുള്ള മതപണ്ഡിതയായ ഒരു സ്ത്രീയാണ്. ഈ യഥാർത്ഥത്തില് മതവിശ്വാസം കൊണ്ട് നടക്കുന്ന ആളുകൾ ഒരിക്കലും വർഗീയവാദം ഉന്നയിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം ഞാൻ ഒരുപാട് മതപണ്ഡിതന്മാരെ അവരുടെ പ്രസംഗങ്ങളെയും ഒക്കെ കേട്ടിട്ടുണ്ട്. ഇതിലൊക്കെ തന്നെ മതങ്ങളെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന കുറച്ചധികം ആളുകളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷെ ഇവിടെ എനിക്ക് പറയാനുള്ളത്, മതവിശ്വാസം ഉണ്ട് എന്ന് പറയുന്ന ചില വർഗീയവാദികൾ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ്. ആ പുള്ളിക്കാരത്തി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ആശാ സനിൽ എന്ന് പറയുന്ന വ്യക്തി മുസ്ലിം മത വിശ്വാസത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് എന്നും അവര് ചാടിപ്പോയി അന്യമതത്തിൽപ്പെട്ട ഒരാളിനെ കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് മാത്രമേ ജീവിക്കാൻ അവകാശമുള്ളൂ എന്ന ചോദ്യം ഇവിടെ എനിക്ക് അവശേഷിക്കുന്നു. ഇത് മാത്രമല്ല, യൂട്യൂബ് എന്ന് പറയുന്ന മീഡിയ മുസ്ലിങ്ങൾക്ക് തീറെഴുതി കൊടുത്തതാണോ എന്ന് പറയുന്ന ഒരു ചോദ്യവും എനിക്ക് അവശേഷിപ്പിക്കേണ്ടതായിട്ട് വരുന്നു. ആശാ സനിൽ ഏത് മതവിശ്വാസത്തിൽപ്പെട്ടവരായിരുന്നാലും അവരുടെ വിശ്വാസം അവരുടെ ചാനൽ വഴി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. മതവിശ്വാസം എന്ന് പറയുന്നത് അവനവന്റെ ഹൃദയത്തിൽ അവനവന്റെ ജീവിതം കൊണ്ട് തെളിയിപ്പിക്കേണ്ടുന്ന ഒന്നാണ്. അവരുടെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്നത് എങ്ങനെയാണ്? അവന്റെ വിശ്വാസം അവന്റെ പ്രവൃത്തിയിലൂടെ, അവന്റെ ചെയ്തികളിലൂടെയാണ് അവന്റെ വിശ്വാസം പ്രഖ്യാപിക്കേണ്ടത്. എന്തായാലും ആശാ സനിൽ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ വീഡിയോകൾ കാണുന്ന ഒരാൾക്കും അവർ ഏത് മതവിശ്വാസത്തിൽ പെട്ടവരാണ് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാകുന്ന ഒരു കാര്യമല്ല. ഞാൻ ഇന്ന് വരെയും ആ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചിട്ടുമില്ല ഏത് മതവിശ്വാസത്തിലാണ് എന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല. കാരണം മതം നോക്കിയല്ല നമ്മൾ ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുന്നതോ അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുന്നതോ ഒരാളോട് നമ്മൾ നമ്മുടെ ഹൃദയം തുറന്ന് നമ്മുടെ കാര്യങ്ങൾ പറയുന്നതോ ഒന്നും തന്നെ മതം നോക്കിയിട്ടല്ല. അപ്പൊ മതം നോക്കി കാര്യങ്ങൾ ചെയ്യുന്ന, മതത്തെ അങ്ങ് ഭയങ്കര ഹൈപ്പിൽ കൊണ്ട് നടക്കുന്ന ഈ മതപണ്ഡിതയായ നാജില എന്ന് പറയുന്ന മതപണ്ഡിതയോട്, അല്ലെങ്കിൽ ആ മതപണ്ഡിതയെ ആ മതത്തിന്റെ ഹൈപ്പിൽ തന്നെ നിർത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഒരുപാട് മതത്തെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ ഇവരെ മതപരമായി അംഗീകരിക്കുന്ന ആളുകളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആശ ചേച്ചി
പിന്നെ മറ്റൊരു മതത്തിൽ നിന്ന് അല്ലെങ്കിൽ മുസ്ലിം മതത്തിൽ നിന്ന് ചാടിപ്പോയി എന്ന് പറയുന്ന നജില എന്ന് പറയുന്ന പെണ്ണും പിള്ളെ, നീ നീ ചാടിപ്പോകുക പോലും ആയിരുന്നില്ല. നിന്റെ വീട്ടിനുള്ളിൽ വെച്ച്, നിന്റെ ബെഡ്റൂമിന്റെ അകത്ത് വെച്ച് പിടിക്കുകയാണ് ചെയ്തത്. നിന്റെ മതവിശ്വാസത്തിന്റെ ഏത് പേജിലാണ് അന്യപുരുഷനായ, അന്യ സ്ത്രീയുടെ ഭർത്താവായ വ്യക്തിയെ നിന്റെ ബെഡ്റൂമിനകത്തേക്ക് നീ വിളിച്ചു കയറ്റിയത് എന്നുള്ളത് നീ പുറത്തു പറയും. ഇനി ഇവളുടെ ബെഡ്റൂമിനകത്ത് വെച്ച്, ഈ മതപണ്ഡിതയുടെ ബെഡ്റൂമിനകത്ത് വെച്ച് ഈ പുള്ളിക്കാരനെ, അതായത് മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ ഇവളുടെ ബെഡ്റൂമിന്റെ അകത്ത് വെച്ച് പിടിക്കുമ്പോൾ ഈ മതപണ്ഡിതയുടെ ഇപ്പോഴത്തെ ഭർത്താവ് എന്ന് പറയുന്ന ആ കാമുകന്റെ മൂക്കിൽ നിന്നും പിഴിഞ്ഞെടുക്കാൻ പറ്റും മദ്യം എന്നാണ് കേട്ടത്. അന്ന് ആ മദ്യത്തിന്റെ മണം ഹറാമല്ലായിരുന്നു ഈ മതപണ്ഡിതയ്ക്ക്. ഇനി അത് കഴിഞ്ഞ് ഈ മതപണ്ഡിതയെ ആ നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് അടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ പോലീസുകാര്, നീ ഇവിടെ നിൽക്കണ്ട, ഇവന്റെ കൂടെ അങ്ങ് പൊക്കോ എന്ന് പറഞ്ഞു. സത്യത്തിൽ ഇന്ത്യൻ നിയമപ്രകാരം 18 വയസ്സ് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ആളോടൊപ്പം ജീവിക്കാമെന്നുള്ളത് സത്യം തന്നെ. പക്ഷെ അത് മറ്റൊരു സ്ത്രീയുടെ ഭർത്താവാണ് എങ്കിൽ ആ സ്ത്രീക്ക് കൊണ്ടുപോയി കേസ് കൊടുക്കാനുള്ള വകുപ്പുണ്ട് അതിലെന്നുള്ളത് പോലീസുകാർക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും പോലീസുകാർ ഇവരെ പിടിച്ച് ഇവരോട് നിങ്ങൾ എവിടെയെങ്കിലും പോയി എങ്ങനെയെങ്കിലും ജീവിച്ചോ എന്ന് പറഞ്ഞ് വിട്ടു അത്ര. ഇവരിപ്പോ പറഞ്ഞു പരത്തുന്നത് പോലീസുകാര് ഇവരെ നിക്കാഹ് ചെയ്തു കൊടുത്തു എന്നാണ്. ഇനി മുസ്ലിം സഹോദരങ്ങളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ രീതിയിൽ നിക്കാഹ് എന്ന് പറയുന്നത് എന്റെ അറിവില് 2 പള്ളികൾ തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ്, 2 കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ്. ഈ പെണ്ണിന്റെ അതുവരെയുള്ള രക്ഷിതാവ്, പുതിയ രക്ഷിതാവായ ഭർത്താവിന് ഈ പെണ്ണിനെ ഭരമേൽപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് സംരക്ഷണം. ഇവരുടെ മുഴുവൻ സംരക്ഷണവും ഏൽപ്പിക്കുന്നത് ഇവളെ ഇതുവരെ സംരക്ഷിച്ചു പോന്നിരുന്ന ഇവളുടെ ഉപ്പ അല്ലെങ്കിൽ ഉപ്പയുടെ സ്ഥാനത്ത് നിൽക്കുന്ന മറ്റാരെങ്കിലുമാണ് ഒരാൾക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കുന്നത്. അത് എങ്ങനെ പോലീസുകാര് നിക്കാഹ് ചെയ്തു കൊടുക്കും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. തുമ്മിയതും തുമിച്ചതും എല്ലാം യൂട്യൂബിൽ കൊണ്ടുവന്ന് തുപ്പി നാറ്റിയിടുന്ന ഈ മതപണ്ഡിത ഈ കാലങ്ങൾക്കിടയിലിട്ട വീഡിയോകൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കാം. അവിടെ എവിടെയെങ്കിലും ഇവരുടെ നിക്കാഹ് കഴിഞ്ഞതിന്റെ ഏതെങ്കിലും ഒരു വീഡിയോ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. ഇനി ഇപ്പോഴും നിലവിൽ ആ പുള്ളിക്കാരൻ മറ്റൊരു സ്ത്രീയെ, ഈ മതത്തെ ഹൈപ്പ് ചെയ്ത് വെക്കുന്നവര് ശരിക്ക് മതപരമായ നിക്കാഹിന് ഭയങ്കര വാല്യൂ കൽപ്പിക്കുന്ന ഒരു വിഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ ഈ പുള്ളിക്കാരൻ മതപരമായി മറ്റൊരു സ്ത്രീയെ നിക്കാഹ് കഴിച്ചിട്ടുണ്ട്. ആ സ്ത്രീക്ക് ചെലവും കൊടുക്കാത്ത ഈ പുള്ളിക്കാരൻ ഈ സ്ത്രീക്ക് ചെലവിനും കൊടുക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇനി ഇതൊക്കെ അവിടെ മാറ്റി വെക്കാമെന്ന് വെക്കാം. ഇപ്പോ മുസ്ലിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യമാണ് നോമ്പും നോമ്പും പെരുന്നാളും ഒക്കെ. ഈ നോമ്പിന്റെ സമയത്ത് നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല എന്നുള്ളത് പോലും പബ്ലിക്കിൽ പറയരുത് എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെയാണ് പബ്ലിക്കിൽ നോമ്പില്ലാത്തവനും നോമ്പുകാരനെ പോലെ നോമ്പുകാരോടൊപ്പം അതേ രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഇനി നോമ്പെടുക്കാൻ സാധിക്കാത്ത ചില ശാരീരിക അവസ്ഥകൾ മനുഷ്യന് സഹജമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ സമയത്ത് ഒരുപാട് ദുആകളും സ്വലാത്തുകളും ഇതിനൊക്കെ പുറമെ ഈ മാസത്തെ എന്തുകൊണ്ടാണ് പുണ്യമാസമായിട്ട് മുസ്ലിങ്ങൾ കാണുന്നത്? ഖുർആൻ ഇറക്കി കൊടുത്ത മാസം എന്നുള്ളതാണ്. ഈ മാസത്തില് ഒരു തവണയെങ്കിലും ഈ ഖുർആൻ ഒരു തവണയെങ്കിലും മുഴുവനും ഓതുക എന്നുള്ളത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ നിയത്താണ്. അത് ഒരു തവണയെങ്കിലും ഓതുക എന്നുള്ളത്. ഇതൊന്നും നോമ്പെടുക്കുന്നില്ല എന്നുള്ളത് പോട്ടെ, ഈ മതപണ്ഡിത ഇവരുടെ മക്കളെ കൊണ്ടുപോലും ഒരൊറ്റ നോമ്പ് പോലും എടുപ്പിച്ചിട്ടില്ല എന്നുള്ളതും പോട്ടെ, ഒരു തവണ പോലും ഒരു ഖുർആൻ എടുത്തു വെച്ച് ഓതുന്നതോ ദിവസം വന്നിരുന്ന് അൽഹംദുലില്ലാ തവക്കൽതു അലല്ലാഹ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ
അറബി പദങ്ങൾ പറയുന്നു എന്നല്ലാതെ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ള ഈ സ്ത്രീക്ക് എന്ത് യോഗ്യതയാണ് ആശാ സനിൽ എന്ന് പറയുന്ന ആ ചേച്ചിയെ ആക്ഷേപിക്കാൻ, മതപരമായി ആക്ഷേപിക്കാനുള്ള എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഇതിനേക്കാളൊക്കെ വിശേഷം എന്ന് പറയുന്നത്, ഒരാളെ കല്യാണം കഴിച്ച് അയാളോടൊപ്പം സുഖമായി ജീവിക്കുകയും അതിനിടയിൽ വെച്ച് ഈ ചേച്ചിക്ക് ക്യാൻസർ പോലൊരു മാരകമായ രോഗം പിടിപെടുകയും ആ രോഗത്തിന് കുറെ വർഷങ്ങളായി മരുന്നെടുക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരു ചേച്ചിയാണ്. ഇന്ന് വരെയും ഇവരെ കല്യാണം കഴിച്ച് കൊണ്ടുപോയ സനിൽ എന്ന് പറയുന്ന ആ സാറ് ഇവരെ ഉപേക്ഷിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, പണ്ട് നോക്കിയിരുന്നതിനേക്കാൾ വളരെ കെയറിങ്ങോടെ ആ ചേച്ചീനെ നോക്കുന്നു എന്നുള്ളതാണ്. ഇതിനൊക്കെ പുറമെ ഒരു മോളും ഒരു മോനും ആ ചേച്ചിക്കുണ്ട്. ഇവർ രണ്ടുപേരും വളരെ നല്ല നിലയിൽ പഠിക്കുകയും, മോൾക്ക് എന്തോ ഒരു ജോലിയുണ്ട്, കല്യാണം കഴിച്ച് ഒരു കുട്ടിയും ഉണ്ട്, മോൻ എവിടെയോ നിന്ന് പഠിക്കുന്നുമുണ്ട്. അപ്പൊ വളരെ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ജീവിക്കുന്ന ആഷ ചേച്ചീനെ മാസാമാസം ഭർത്താക്കന്മാരെ മാറ്റി മക്കളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം പുരുഷന്മാരെ തേടി പോകുന്ന ഈ സ്ത്രീ മതത്തെക്കുറിച്ച്, മതത്തിന്റെ ആ ഒരു ഹൈപ്പിനെ കുറിച്ച് ഇവരുടെ ജീവിതം കൊണ്ട് എവിടെയാണ് തെളിയിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് മാത്രമല്ല, ഇവർ കെട്ടിക്കൂടെ ജീവിക്കുന്നു എന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന സമയം തന്നെ ഈ കെട്ടിക്കൂടെ ജീവിക്കുന്ന ആളിന്റെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ചും അയാൾക്ക് മറ്റ് പരസ്ത്രീ ബന്ധമുള്ളതായിട്ടും അയാൾ ഒരു കഴിപ്പണം കെട്ട ഒരാളാണ് എന്നുള്ളതും ഒക്കെ ഇങ്ങനെ നിരന്തരം വിളിച്ചു പോവുകയും ചെയ്യുന്നത് മുസ്ലിം മത ആചാരത്തിൽ എത്രാമത്തെ പേജിലാണ് ഇവർ പഠിച്ചിട്ടുള്ളത് എന്നുള്ളതും ഇവർ പറയണം. കാരണം ഇതെല്ലാം തന്നെ ഇവർ സോഷ്യൽ മീഡിയയിലാണ് വന്നിരുന്ന് തുപ്പുന്നത്. അതുകൊണ്ട് മറ്റൊരാളിനെ മതത്തിന്റെ പേരിൽ ആക്ഷേപിക്കാൻ, മറ്റൊരു സ്ത്രീയെ മതത്തിന്റെ പേരിൽ ആക്ഷേപിക്കാനുള്ള എന്ത് യോഗ്യതയാണ് ഈ സ്ത്രീക്ക് ഉള്ളത് എന്നുള്ളത് നാഹജില എന്ന് പറയുന്ന പറ വെട്ടിച്ചിയായിട്ടുള്ള സ്ത്രീ പറയണമെന്നുള്ളതാണ്. ഇനി ഇന്നൊരു വീഡിയോ അവർ ഇട്ടിട്ടുണ്ട്. അതിലവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ആശാ സനിൽ എന്ന് പറയുന്ന സ്ത്രീ ഇവർക്ക് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കീമോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്നറിയുന്ന ആ ഒരു സമയത്താണ് ആ ചേച്ചി ഈ ക്യാഷ് ഇവരുടെ ദാരിദ്ര്യം കണ്ട്, ഇവരുടെ കണ്ണുനീര് കണ്ട്, ഇവരുടെ കണ്ണുനീരും ഇവരുടെ മക്കളുടെ ദയനീയ അവസ്ഥയും കണ്ട് കൊടുത്തത്. പക്ഷെ കുറച്ച് നാളുകൾ പോലും കഴിയുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ അവർ കൊടുത്ത ക്യാഷ് ഒരു അർഹതപ്പെട്ട ആളുടെ കയ്യിലല്ല കിട്ടുന്നത് എന്നുള്ളത് ആ ചേച്ചി മനസ്സിലാക്കുകയാണ്. ഇതേ സ്ത്രീ എനിക്ക് വയ്യേ, അയ്യോ എന്നെ നാട്ടുകാരെല്ലാരും കൂടി ഗർഭിണിയാക്കിയേ, ഇത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നിരന്തരം വീഡിയോ ഇട്ട്, അയ്യോ ഞാൻ രോഗിയാണ്, എനിക്ക് ചുമയാണ്, എനിക്ക് ജലദോഷമാണ്, എനിക്ക് ഒച്ചയടപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ അസുഖമാണ് എന്ന് പറയുന്നതിനിടയിൽ നടത്തിയ ഒരു ലൈവിൽ ഈ ആശാ സനിൽ എന്ന് പറയുന്ന പുള്ളിക്കാരി കയറി ചെന്നപ്പോൾ ക്യാൻസർ ഒക്കെ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച ഈ മഹതി ആ ഒരു കാര്യം ഇവരുടെ മതത്തിലെ എത്രാമത്തെ പേജിലാണ് പഠിച്ചത് എന്നുള്ളതിനെ കുറിച്ച് പറയണം. ഇനി അവരുടെ അസുഖത്തെ പോലും ആക്ഷേപിച്ച മഹതി, നീ മതത്തെ നിന്റെ ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നീ വെച്ചിട്ടുണ്ടായെങ്കിൽ, നീ ഈ മതത്തെ നിന്റെ ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു സൈഡിലെങ്കിലും നീ വെച്ചിട്ടുണ്ടായെങ്കിൽ, അവരുടെ രോഗത്തെ ആക്ഷേപിച്ച നീ അവരുടെ കയ്യിൽ നിന്നും കൈനീട്ടി വാങ്ങിച്ച പൈസ അവർക്ക് തിരിച്ചിട്ട് കൊടുക്കാനുള്ള മാന്യതയെങ്കിലും കാണിക്കണം ജന്തു.